ചെയ്യാനായിട്ട് പോകുന്നത് ഒരു ഐ മേക്കപ്പ് ട്യൂട്ടോറിയലാണ്. ഹാഫ് കട്ട് ക്രീസ് എന്നാണ് ഐ മേക്കപ്പ് ട്യൂട്ടോറിയലിൻ്റെ പേര്. ഓക്കെ, ഈ കാണുന്നതാണ് ഹാഫ് കട്ട് ക്രീസ്. അതായത് ക്രീസിനെ നമ്മൾ ഹാഫായിട്ട് കട്ട് ചെയ്തിട്ട് ചെയ്യുന്ന ഒരു മേക്കപ്പ് ലുക്കാണ് ഹാഫ് കട്ട് ക്രീസ്. സാധാരണ ഹിന്ദു ബ്രൈഡ്സിനാണ് നമ്മൾ നോർമലി ചെയ്യാറ്. മുസ്ലിം ബ്രൈഡ്സിനും ക്രിസ്ത്യൻ ബ്രൈഡ്സിനും ചെയ്യാറുണ്ട്. പക്ഷേ നമ്മൾ യൂസ് ചെയ്യുന്ന ഷെയ്ഡ്സിന് വ്യത്യാസം വരുമെന്നുള്ളൂ. ആദ്യം നമ്മൾ ചെയ്യുന്നത് ഒന്ന് എന്താ പറയുക, ബേസ് കൊടുക്കുകയാണ്. ഒന്നെങ്കിൽ ഐ പ്രൈമർ കൊടുക്കുക. നമ്മളതിൽ ഐ പ്രൈമർ ഇല്ലാത്തത് കൊണ്ട് സാധാരണ നമ്മളെല്ലാം ചെയ്യുന്നത് എന്താണ്, ഒരു കൺസീലർ ഐ പ്രൈമറായിട്ട് യൂസ് ചെയ്യാനാണ് പതിവ്. ഇവിടെ ഞാൻ ടാർട്ടിൻ്റെ കൺസീലറാണ് ഐ പ്രൈമറായിട്ട് യൂസ് ചെയ്തത്. ഷെയ്ഡും കാര്യങ്ങളെല്ലാം താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാട്ടോ. അപ്പോൾ ഐ പ്രൈമറിന് വേണ്ടിയിട്ട് നമ്മൾ കൺസീലർ യൂസ് ചെയ്ത് ഒരു ലൈറ്റ് ഷെയ്ഡ് വേണം യൂസ് ചെയ്യാനായിട്ട്. പിഗ്മെൻറ്റേഷനൊക്കെ ഉണ്ടെങ്കിൽ അതൊന്ന് കവർ ചെയ്യുന്ന രീതിയിൽ വേണം കൺസീലേഴ്സ് യൂസ് ചെയ്യാൻ. ഓക്കെ, അത് നന്നായിട്ടൊന്ന് കവർ ചെയ്യുക. ഈ കവർ ചെയ്യുമ്പോൾ തന്നെ നമ്മൾ ഐബ്രോസും കൂടെ ഒന്ന് ഷേപ്പ് ചെയ്തിട്ടാണ് കവർ ചെയ്തിരിക്കുന്നത്. എന്നിട്ട് നമ്മളിപ്പോൾ ഒരു ക്രീം പ്രോഡക്റ്റാണ് അപ്ലൈ ചെയ്തത്. ഇനി നമ്മൾ അതിൻ്റെ മേലേക്ക് ഐഷാഡോസ് എന്ന് പറയുന്നത് പൗഡർ പ്രോഡക്റ്റ്സ് ആണ്. അതുകൊണ്ട് ഒരു പൗഡർ വെച്ച് അത് ആദ്യം ഒന്ന് സെറ്റ് ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ യൂസ് ചെയ്യുന്നത് പാക്കിൻ്റെ HD പൗഡറാണ്. അത് വെച്ചിട്ടൊന്ന് സെറ്റ് ചെയ്ത് കൊടുത്തു. ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു ലൈറ്റർ ഷെയ്ഡ് ഐഷാഡോ ഷെയ്ഡ് എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ബേസ് കൊടുക്കാം. ഓക്കെ, സെറ്റ് ചെയ്യാം. ഇപ്പോൾ ഞാൻ പൗഡർ വെച്ചിട്ട് നന്നായിട്ട് തന്നെ സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഐ ഷാഡോസ് എടുക്കുകയാണ്. ഇതിപ്പോൾ മോർഫിയുടെ പാലറ്റാണ്. 35G എന്നാണ് എൻ്റെ ഒരു ഓർമ്മ. അതിൽ ഒരുപാട് നല്ല ഷെയ്ഡ്സ് ഉണ്ട്. ന്യൂട്രൽ ഷെയ്ഡ്സാണ് വരുന്നത്, ഷിമ്മർ ഷെയ്ഡ്സും ഉണ്ട്. ഷിമ്മർ ഷെയ്ഡ്സാണ് കൂടുതൽ വരുന്നത്. ഓക്കെ, അതിൽ ഒരു ബ്രൗൺ ഷെയ്ഡ് എടുത്തിട്ട് ഞാനൊന്ന് ട്രാൻസിഷൻ ഷെയ്ഡായിട്ട് കൊടുക്കുകയാണ്. അത് മൊത്തത്തിൽ കൊടുക്കുകയാണ് കേട്ടോ. ഞാൻ മൊത്തത്തിൽ കൊടുക്കണത് എന്തിനാണെന്ന് ഞാനിപ്പോൾ അങ്ങോട്ട് പോകുമ്പോൾ പറയാം. ട്രാൻസിഷൻ ഷെയ്ഡ് മേലെ മാത്രം നമ്മൾ അപ്ലൈ ചെയ്തിട്ട് ഔട്ടർ കോർണറിൽ കൊണ്ടുവന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കും. അങ്ങനെയാണ് നമ്മൾ ട്രാൻസിഷൻ ഷെയ്ഡ് അപ്ലൈ ചെയ്യാറ്. നന്നായിട്ട് തന്നെ ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഐ ഷാഡോസ് എപ്പോഴും നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുക. അങ്ങനെ നല്ല രീതിയിൽ ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുമ്പോഴാണ് നമുക്ക് ആ ഒരു ഐ മേക്കപ്പ് ഭയങ്കര രസമായിട്ട് ചെയ്യാൻ പറ്റുന്നത്. നന്നായിട്ട് തന്നെ ഒരു ബ്രഷ്, ഒരു ഡോം ഷേപ്ഡ് ബ്രഷ് യൂസ് ചെയ്തിട്ട്, ബ്ലെൻഡിങ് ബ്രഷ് യൂസ് ചെയ്തിട്ട് നന്നായിട്ട് തന്നെ ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഞാനിപ്പോൾ ഒരുപാട് ബ്രഷസ് ഒന്നും യൂസ് ചെയ്യുന്നില്ല. ഏത് ബ്രഷാണോ ഞാൻ നേരത്തെ എടുത്തത് അതേ ബ്രഷ് തന്നെ എടുത്തിട്ട് ഔട്ടർ കോർണറിൽ ബ്രൗൺ ഷെയ്ഡിൻ്റെ, ഇപ്പോൾ ഞാൻ കാണിച്ചൊരു ഷെയ്ഡില്ലേ, അതെടുത്തിട്ട് നന്നായിട്ട് തന്നെ വീണ്ടും ഔട്ടർ കോർണറിൽ ഒന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഡെപ്പോസിറ്റ് ചെയ്യും, ബ്ലെൻഡ് ചെയ്യും. ഓക്കെ, ഒരുപാട് പ്രോഡക്റ്റ് എടുത്ത് ആദ്യമേ അങ്ങ് ഡെപ്പോസിറ്റ് ചെയ്യരുത്. ബിക്കോസ് നമുക്കത് ബ്ലെൻഡ് ചെയ്തെടുക്കാൻ ഭയങ്കര പാടായിരിക്കും. നമ്മൾ എപ്പോഴും അതിങ്ങനെ ബിൽഡ് ചെയ്ത് കൊണ്ടുവരാനായിട്ട് നോക്കാം. ഞാൻ ഇത്ര ഡീറ്റെയിൽ ആയിട്ട് പറയണത് എന്താണെന്ന് വെച്ചാൽ, ചിലർക്ക് ഐ മേക്കപ്പ് എന്താണെന്ന് അറിയണം എന്ന് ഉള്ളവരിത് കാണുന്നുണ്ടാവും. അപ്പോൾ അവർക്ക് ഹെൽപ്ഫുൾ ആവുമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇത്ര ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത്. എന്നിട്ട് നമുക്ക് എത്രത്തോളം ഇൻറ്റൻസിറ്റി വേണോ അത്രത്തോളം നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മളിപ്പോൾ ക്രീസ് കട്ട് ചെയ്യാനായിട്ട് പോകണം. അതിന് ഒരു ട്രിക്ക് ഞാനിപ്പോൾ കാണിച്ചിട്ടുണ്ടായിരുന്നു. ലൈറ്റ് കൺസീലർ എടുത്ത് ഐലിഡിൽ അപ്ലൈ ചെയ്തിട്ട് ജസ്റ്റ് മേലേക്കൊന്ന് നോക്കുമ്പോഴത്തേക്കും എവിടെയാണോ ക്രീസ് കട്ടായി വരുന്നത് അവിടെ നമുക്ക് ഒരു മാർക്ക് പോലെ വരും. അതൊരു ഗൈഡായിട്ട് എടുത്തിട്ട് അതിലേക്കൊന്ന് വെച്ചിട്ട് ഒന്ന് വരച്ചു കൊടുക്കുക. എന്നിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുക. അതേ ഇതുപോലെ ക്രീസിനെ പകുതിക്ക് വെച്ച് കട്ട് ചെയ്യുക. ഇതാണ് ഹാഫ് കട്ട് ക്രീസ് എന്ന് പറയുന്നത്. വളരെ സിമ്പിളായിട്ടുള്ളൊരു കാര്യമല്ല? അതെ. ഓക്കെ, ഇനി അതിൻ്റെ മേലേക്ക് ഞാനൊരു ഷിമ്മർ ഷെയ്ഡ് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. ഇപ്പോൾ നിങ്ങളുടെ കണ്ണ് വളരെ ചെറുതാണെന്നുണ്ടെങ്കിലൊക്കെ നിങ്ങൾക്കൊരു ലൈറ്റർ ഷെയ്ഡ് അപ്ലൈ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ കണ്ണ് കുറച്ചുകൂടെ വലുതാക്കി കാണിക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും. നിങ്ങളുടെ കണ്ണ് കുറച്ചുകൂടെ നീട്ടി എടുക്കണം എന്നുണ്ടെങ്കിൽ മേക്കപ്പിലൂടെ ഒരു ഇങ്ങനെ ചിലരത് കണ്ണിങ്ങനെ അടുത്തിരിക്കും, അതൊന്ന് അകൽച്ച കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ അകത്ത പോർഷനിൽ ലൈറ്റർ ഷെയ്ഡ്സ് കൊടുത്തു കഴിഞ്ഞാൽ കുറച്ച് അകൽച്ച ഉണ്ടാക്കിയെടുക്കാനായിട്ട്. ഇതൊക്കെ നമുക്ക് ഷാഡോസ് വെച്ച് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങളാണ്. ഓക്കെ, ഒരു ട്രിക്സൊക്കെയാണ് കേട്ടോ. മേക്കപ്പിലെ കുറച്ച് ട്രിക്സാണ് ഈ പറഞ്ഞത്. അപ്പം ലൈറ്റർ ഷെയ്ഡ് വെച്ചിട്ട് ജസ്റ്റ് ഇങ്ങനെ നമ്മളിങ്ങനെ കട്ട് ചെയ്ത് കൊടുത്തു. അപ്പോൾ കറക്റ്റ് നിങ്ങൾക്ക് ആ ഒരു കട്ട് ക്രീസ് കട്ട് ചെയ്ത് കാണാൻ പറ്റുന്നുണ്ടല്ലോ. എന്നിട്ട് അത് കുറച്ചും കൂടെ ഒന്ന് ഇൻറ്റൻസിറ്റി കൊണ്ടുവരാനായിട്ട് ഒരു ബ്രൗൺ ഷെയ്ഡ് ഒരു ഫ്ലാറ്റ് ബ്രഷിലെടുത്തിട്ട് അതിൻ്റെ മേലേക്ക് വെച്ചിട്ടൊന്ന് വരച്ചിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുത്തു. അപ്പോൾ കറക്റ്റ് ആ ക്രീസ് ഇങ്ങനെ കട്ട് ചെയ്തത് കാണാൻ പറ്റും. ഭയങ്കര രസമായിട്ട് ചെയ്യാൻ പറ്റും. പ്രാക്ടീസ് ഉണ്ടെങ്കിൽ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു മേക്കപ്പ് ലുക്കാണ് ഹാഫ് കട്ട് ക്രീസ് എന്ന് പറയുന്നത്. ആദ്യമേ ചെയ്യുമ്പോൾ ശരിയാവണമെന്നില്ല, പക്ഷേ പ്രാക്ടീസ് ചെയ്ത് നമുക്ക് ശരിയാക്കി എടുക്കാൻ പറ്റും. അത് ഏത് മേക്കപ്പ് ലുക്കാണെങ്കിലും പ്രാക്ടീസ് മേക്സ് എ മാൻ പെർഫെക്റ്റ്. എന്നിട്ട് നമ്മളിപ്പം പകുതിക്ക് വരെ അല്ലേ വെച്ച് കട്ട് ചെയ്ത് അവിടെ ഒന്നും ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുക. ബ്ലെൻഡ് ചെയ്ത് കൊടുത്താലേ ആ ഒരു ട്രാൻസിഷൻ കറക്റ്റായിട്ട് കൊണ്ടുവരാൻ പറ്റുള്ളൂ. ഇല്ലാന്നുണ്ടെങ്കിൽ പകുതി വെച്ച് ഇങ്ങനെ മുറിച്ച് വെച്ചോളി ഇരിക്കും. പക്ഷേ നമ്മുടെ ഈ ഐ മേക്കപ്പ് തന്നെ ഭംഗി ഉണ്ടാവണമെങ്കിൽ നല്ലപോലെ ബ്ലെൻഡ് ചെയ്തിരിക്കണം. നടുക്കും ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുക, സൈഡിലും ബ്ലെൻഡ് ചെയ്ത്
ചെയ്ത് കൊടുക്കുക. ഇനി താഴെ പ്ലെയിൻ ആയിട്ട് ഇട്ടേക്കരുത്. താഴെ ഇതുപോലെ ഡാർക്ക് ബ്രൗൺ ഷെയ്ഡ്സ് വെച്ചിട്ട് ഒരു ഫ്ലാറ്റ് ബ്രഷ് യൂസ് ചെയ്ത്, ഇതുപോലത്തെ ഫ്ലാറ്റ് ബ്രഷാണ് വെച്ച് യൂസ് ചെയ്തിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുക. ഔട്ടർ കോർണറിലോട്ട് വരുമ്പോൾ കുറച്ചൊന്ന് ഡാർക്കൻ ചെയ്ത് കൊടുക്കുക. ഇന്നർ കോർണറിലോട്ട് വരുമ്പോഴത്തേക്ക് ലൈറ്റ് ഷെയ്ഡ്സ്. ഓക്കെ, അതായത് ആ സെയിം ഷെയ്ഡ് തന്നെ അതിൻ്റെ ഇൻറ്റൻസിറ്റി കുറച്ചും കൂട്ടിയിട്ട് താഴെ ഇട്ട് കൊടുക്കുക. ഇനി നമ്മൾ ഐ ലാഷാണ് ചെയ്യാൻ പോകുന്നത്. മസ്കാര നന്നായിട്ട് തന്നെ അപ്ലൈ ചെയ്ത് കൊടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ കേൾ ചെയ്ത് കൊടുക്കാം, എന്നിട്ട് മസ്കാര അപ്ലൈ ചെയ്ത് കൊടുക്കാം. ചെറിയ ലാഷസ് ഒക്കെ ഉള്ളവരാണെങ്കിൽ കേൾ ചെയ്തിട്ട് മസ്കാര അപ്ലൈ ചെയ്ത് കൊടുക്കാം. എങ്കിൽ അങ്ങനെ ബെഡർന്ന് നിൽക്കുള്ളൂ. പിന്നെ ഹൂഡഡ് ഐസൊക്കെ ആണെങ്കിൽ, അല്ലെങ്കിൽ ചെറിയ കണ്ണുള്ളവരൊക്കെ ആണെങ്കിൽ, കണ്ണിൻ്റെ മേലെ സ്പേസ് ഇല്ലാത്തവരൊക്കെ ആണെങ്കിൽ ഐലൈനേഴ്സ് ഒന്നും ഒരുപാട് വരയ്ക്കാൻ നിൽക്കേണ്ട. കണ്ണ് വീണ്ടും ചെറുതായി പോകത്തേ ഉള്ളൂ, കുഴിഞ്ഞിരിക്കും. സോ എന്ത് ചെയ്യുക, ചെറുതായിട്ടൊന്ന് ലൈൻ ചെയ്ത് കൊടുത്തിട്ട് ലാഷസ് വെച്ച് കൊടുക്കുക. ചെറിയ രീതിയിലൊന്ന് ഔട്ട്ലൈൻ ചെയ്ത് കൊടുത്താൽ മതി. ഇങ്ങനെ ഐലൈനർ ഭയങ്കരമായ രീതിയിലൊന്നും വരയ്ക്കാൻ നിൽക്കേണ്ട, ജസ്റ്റ് ഒരു ലൈൻ. ഓക്കെ, ഇനി താഴത്തെ പോർഷനിൽ മസ്കാര അപ്ലൈ ചെയ്യാൻ വിട്ടുപോകരുത്. അത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അത് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ കണ്ണിനൊരു ഭംഗി ഉണ്ടാവില്ല. ഇപ്പോൾ ഞാനിവിടെ യൂസ് ചെയ്യുന്ന പ്രൊഡക്റ്റ് ഒന്ന് സ്വിസ് ബ്യൂട്ടിയുടെ ജെൽ ഐലൈനറാണ്. ഫസ്റ്റ് ടൈമാണ് ഞാൻ യൂസ് ചെയ്തത്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഭയങ്കര നല്ല രസമായിട്ട് നമുക്ക് വരച്ചെടുക്കാൻ പറ്റും. സ്മച്ച് പ്രൂഫാണ്, വാട്ടർ പ്രൂഫാണ്, ലോങ് ലാസ്റ്റിംഗ് ആണ്. അടിപൊളി പ്രോഡക്റ്റ്, എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. ഞാനൊരു ലൈനർ ബ്രഷ് യൂസ് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് ലൈൻ ചെയ്ത് കൊടുക്കുകയാണ്. ബിക്കോസ് ഞാൻ ഇന്നിവിടെ യൂസ് ചെയ്യുന്ന ലാഷസ് ഭയങ്കര ഒരു 3D ലാഷാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. 3D എഫക്റ്റ് വരുന്നൊരു ലാഷാണ്. അപ്പോൾ നമുക്ക് അത്രയും ലൈനറിൻ്റെ ആവശ്യമില്ല. അത് വെക്കുമ്പോൾ തന്നെ നമ്മുടെ കണ്ണങ്ങ് ഫില്ലായി വരും. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് നല്ലൊരു ഭംഗിയുള്ളൊരു ഐ മേക്കപ്പ് അല്ലെങ്കിൽ ഐ ലുക്ക് കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 3D ലാഷസ് ഒക്കെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഭയങ്കര രസമായിരിക്കും. വോള്യൂമിനസ് ആയിട്ടുള്ള ലാഷസ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഭയങ്കര രസമായിരിക്കും. അതിനുശേഷം നമ്മളിപ്പം ലൈൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഔട്ട്ലൈൻ, ജസ്റ്റ് ഒരു ഔട്ട്ലൈനിങ് ആണ് കൊടുക്കുന്നത്. ഇത്ര ചെയ്തിട്ടുള്ളത്. എന്നിട്ട് നമ്മൾ ലാഷസ് അപ്ലൈ ചെയ്തു. ഇതാണ് നമ്മുടെ ലാഷസ്. അപ്പോൾ ഇങ്ങനെ നാച്ചുറൽ ലുക്കിംഗ് ആയിട്ടുള്ള ലാഷ് പോലെ തോന്നുന്നില്ലേ? അത് ക്യാമറയിലായതുകൊണ്ടാണ്. പക്ഷെ നേരിട്ടാണ് കുറച്ചും കൂടെ ഒരു ഫുള്ളർ ലുക്കാണ് വരുന്നത്. ഭയങ്കര രസമുള്ള ഒരു സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കട്ട് ക്രീസ് മേക്കപ്പ് ലുക്ക് ഇവിടെ കഴിഞ്ഞു. ന്യൂട്രൽ ഷെയ്ഡ്സ് വെച്ചിട്ട് നമ്മൾ ചെയ്തൊരു ലുക്കാണ്. നിങ്ങൾക്ക് ഇൻറ്റൻസിറ്റി വേണമെങ്കിൽ കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം. നിങ്ങൾക്ക് ഈ ഒരു ഐ മേക്കപ്പ് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും താഴെ വന്നിട്ട് കോമൻറ്റ് ചെയ്യുക. ഇനി ഏത് ലുക്ക് നിങ്ങൾക്ക് കാണുമെന്നുള്ളതും താഴെ വന്നിട്ട് കോമൻറ്റ് ചെയ്യുക. എങ്കിൽ ഞാൻ അടുത്ത വീഡിയോയിൽ ആ ഒരു ലുക്ക് ചെയ്യാം. പിന്നെന്താ, എനിക്ക് മെസ്സേജ് അയക്കണമെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ പേജിൽ വന്നിട്ട് എനിക്ക് മെസ്സേജ് അയക്കുക. Parvathy_makeup അല്ലെങ്കിൽ Parvathy_makeover എന്ന് പറഞ്ഞ പേജിൽ വന്നിട്ട് എനിക്ക് മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ ഞാൻ തിരിച്ച് റിപ്ലൈ തരുന്നതായിരിക്കും. അപ്പോൾ ഹെൽപ്ഫുൾ ആയെങ്കിൽ ലൈക്ക് ചെയ്യുക. സീ ദ നെക്സ്റ്റ് വീഡിയോ. ടിൽ ദെൻ ടേക്ക് കെയർ, ബൈ.